ഓക്കെ. ഹലോ, നമ്മളിന്ന് പുതിയൊരു വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് +2കാർക്ക് വേണ്ടിയിട്ട്, അതായത് ഞങ്ങൾ ഫൈനൽ ഇയേഴ്സിന് വേണ്ടിയിട്ട് ട്രിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് 5-ാം തീയതിയാണ്. ഞാൻ ഇപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്ന് ലാബൊക്കെ കഴിഞ്ഞ് ആ ഒരു തലവേദന അടിച്ചിരിക്കുകയാണ്. ഇന്ന് വീണ്ടും സ്കൂളിലോട്ട് പോകേണ്ടി വന്നു, അല്ലെങ്കിൽ ഇന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. പക്ഷേ ഇന്നിപ്പം ഒന്നും ആയിട്ടില്ല. അതായത് നാളെ രാവിലെ 3 മണിക്കാണ് ഞങ്ങൾക്ക് സ്കൂളിലെത്തണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ ഞാൻ ഒന്നും പാക്ക് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരാം. ടാറ്റാ. ഇതിപ്പോൾ ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇതെല്ലാം എനിക്ക് വാരിക്കൂട്ടി ബാഗിലാക്കണം. രാവിലെ 2 മണിയായപ്പോഴത്തേനും ഞാൻ ഉറക്കം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സ്വന്തമായിട്ട് ചായയിട്ട് ഞാൻ സ്വന്തമായിട്ട് കുടിച്ചു. അന്തസ്. അത്രയും നേരത്തെ ഞാൻ അമ്മേനെ അച്ഛനൊന്നും വിളിച്ചില്ല, കാരണം പോകുന്നതിന് തൊട്ട് മുന്നേ വിളിച്ചാൽ മതി എന്ന് അച്ഛൻ തലേദിവസമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് റെഡിയായി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഉറങ്ങിയപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് ഉറക്കക്ഷീണമൊക്കെ. ഇങ്ങനെ പ്രത്യേക രീതിയിൽ വാച്ചിരുന്നവർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താ ഇപ്പം കണ്ടില്ലേ? പിന്നെ ഈശു ഇതിൻ്റെ കാര്യം നമ്മൾ ചാനൽ നേരത്തെ കാണുന്നവർക്കറിയാം. ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുള്ള ഒരു അബദ്ധമാണ്. പിന്നെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇട്ടുകൊണ്ട് പോകാം. പിന്നെ എന്നെക്കാളും 2 കിലോ കൂടുതലുള്ള ബാഗും ചുമന്ന് ഞാൻ പോയി. വീലുള്ളത് ഭാഗ്യം, ഇല്ലേ ഞാൻ എങ്ങനെ കൊണ്ടുപോകായിരുന്നോ. പിന്നെ എനിക്ക് ഓവറായിട്ട്, അതായത് കുറച്ചധികം ട്രാവൽ ചെയ്യുമ്പോഴത്തേനും മോഷൻ സിക്നസിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ തലേദിവസം തന്നെ ഞാൻ എല്ലാ ടാബ്ലറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടാണ് പോയത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എങ്ങനെയും ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നുള്ള ചിന്തയോടെയാണ് ഞങ്ങൾ എല്ലാവരും പോയത്. പക്ഷേ DJ കിട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഓണായി. വ്ളോഗ് എടുക്കുന്നതിലുള്ള കളിയാക്കലാണ് ഇപ്പോൾ കിട്ടിയത്. പക്ഷേ ഇതൊന്നും കേട്ട് നമ്മളങ്ങനെ പതറുതരുത്. ഈ ശാന്തമായി നിൽക്കുന്ന സാധനമാണ് കുറച്ച് മുമ്പ് അലറിയത്. കുറേ നേരമൊക്കെ വ്ളോഗ് എടുക്കുന്നതിൻ്റെ പേര് ഷോ കാണിച്ചിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഡാൻസിന്. അതിനിടയ്ക്ക് എപ്പോഴൊക്കെയോ ഉറങ്ങിപ്പോയി. അപ്പോൾ പിന്നെ നേരവും വിളിച്ചു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു ദിവസം കണ്ടിന്യൂസ് വണ്ടിയിലായിരുന്നു, 24 hours. ഫുഡ് കഴിക്കാനുള്ള ബ്രേക്ക് മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തൊക്കെയോ കൊണ്ട് ഫ്രണ്ട്സും ഒക്കെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കും അത്രയും നമുക്ക് ഒരു ഹാർഷായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ ഒന്നുകൂടെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഏതോ ഒരു സ്ഥലമെത്തി. ഒരാളാണ് അവിടെ ലൈവായിട്ട് ഗൂഗിൾ മാപ്പ് നോക്കി സ്ഥലം പറഞ്ഞു തരുന്നതിൻ്റെ തിരക്കില്ല. അങ്ങനെ അവളാ പറഞ്ഞത് എറണാകുളമാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. വീഡിയോ ഓൾറെഡി ഷോർട്സിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, ഓടിപ്പോയി കണ്ടോക്കാം. പിന്നെ നേരം വെളുത്തിട്ട് ഇതിൻ്റെ ബാറ്ററി തീരുന്നില്ലെന്ന് ചോദിക്കരുത്. അത് രാത്രിയാകുമ്പോൾ എവിടെയും പോയിരുന്ന് ഉറങ്ങണമാണ്. പാട്ടൊക്കെ കേട്ട് വിൻഡോ സീറ്റ് ഇരിക്കാൻ നല്ല രസമാണ്, പക്ഷേ ഭയങ്കര തണുപ്പാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട്, അത് തലേരം മണ്ടക്കി മുടിയെല്ലാം കൂടെ കുടുങ്ങി പണ്ടാരടങ്ങി. രാത്രി നേരം ഉറക്കാൻ കിട്ടാത്തതിൻ്റെ ക്ഷീണവും പിന്നെ ട്രാവലിൻ്റെ എല്ലാം കൂടെ ആയപ്പോൾ എല്ലാവരും നല്ല സുഖം ഉറക്കായിരുന്നു. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രെയിം ആട്ടോ ഇത്, ശരിക്കും ഒരു ഫാമിലി പോലെ. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ എല്ലാം ഇതുപോലത്തെ കുറേ സ്ഥലങ്ങളായിരുന്നു. ഞാൻ ആദ്യം കുറേയൊക്കെ ക്യാപ്ചർ ചെയ്തു. പിന്നെ എത്രയെന്ന് വെച്ചിട്ടാണ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. നല്ല മ്യൂസിക് സെൻസുള്ള ആരോ ആണ് പാട്ടിട്ടുകൊണ്ടിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇട്ട പാട്ടെല്ലാം നല്ല അടിപൊളിയായിരുന്നു. നല്ല മെലോഡിയസ് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് കേട്ട് സ്ഥലങ്ങളിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ അയ്യോ അതൊന്നും പറയാൻ വയ്യ. പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി വണ്ടി ഇടയ്ക്കിടയ്ക്ക് സ്ലോ ആക്കി തരണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോടെത്തി. ഈ ഒരു അൽ ഖൈർ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് ലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് വൈകുന്നേരം ആയി ലഞ്ച് കിട്ടിയപ്പോഴത്തേക്ക്. ലഞ്ച് കഴിച്ചതിൻ്റെ വീഡിയോ ഒക്കെ ഓട്ടോ ഈറ്റിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ട്, ഓടിപ്പോയി കണ്ടോക്കാം. അങ്ങനെ ജസ്റ്റ് ഒന്ന് 10 മിനിറ്റ് ബ്രേക്കിന് ശേഷം ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി. ഇനിയും കുറേ കഴിഞ്ഞപ്പോൾ വയനാട് എത്തിയപ്പോഴത്തേനും അവർ ഞങ്ങൾക്കൊരു സിനിമ ഇട്ടു തന്നു. മോശം പറയരുതല്ലോ, നല്ല ഊളപ്പടമായിരുന്നു. അങ്ങനെ ഒരു വിധത്തിന് ആ സിനിമ മാറ്റി പഴയ ആനന്ദം ഫിലിം ഡൗൺലോഡ് ആക്കി കൊടുത്തപ്പോഴത്തേനും അത് അവർ പ്ലേ ചെയ്തു. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ താമരശ്ശേരി ചുരം കയറുന്നുണ്ടായിരുന്നു. ട്രിപ്പിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു പോർഷനാണെന്ന് ഞാൻ പറയും. കാരണം ആനയും പുലിയും ഒക്കെ ആയിട്ട് നല്ലൊരു ജേർണി ആയിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ മൈസൂരെത്തി. ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നത് മൈസൂരിൽ നിന്നായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റൂം ടൂർ ഇട്ടത് ബാംഗ്ലൂരാണെന്ന് പറഞ്ഞിട്ടായിരുന്നു, പക്ഷേ അത് മൈസൂരാണ്. ലിഫ്റ്റൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് എത്തണമെങ്കിൽ നമ്മൾ നടന്നു പോകണം. കാരണം 100-300 പേര് കൂടുതലാണ്. അങ്ങനെ ആ സ്റ്റെപ്പെല്ലാം വലിഞ്ഞു കയറി റൂമിലെത്തി. ആർദ്രം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വീഡിയോയിൽ എഴുതുന്നുണ്ടെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമുണ്ട്. എന്തായിരുന്നു കുഴപ്പമെന്ന് പറയാം. വളരെ നല്ല ടൂറാണ്, വളരെ നല്ല ഫുഡാണ്. പിന്നെ ഫുഡ് സമയത്ത് കിട്ടുന്നതുകൊണ്ട് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല.
ചെസ് നമ്പർ 4. 4:46 ഞങ്ങളിവിടെ മൈസൂർ എത്തിയപ്പോഴത്തേനും. ഇനി ഇവിടെ നിന്ന് എന്തോ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കല്ലേ, ഇനി ഇവിടെ നിന്ന് നമ്മൾ മൈസൂർ മൊത്തം ഇന്നത്തെ ദിവസം കൊണ്ട് കണ്ടു തീർക്കുന്നൊക്കെയാണ് പറയണത്. എനിക്കറിയാം. ഇനി ഇവിടെ തല്ലിക്കൊന്നാലും ആളെ കയറ്റില്ല. കൂട്ടുകാരെയാണ്ട് ബോധപൂർവ്വം പ്രവർത്തിക്കില്ലെന്ന. എന്തോന്നൊക്കെ പറയണമെന്ന് എനിക്കറിയാം. ഉച്ചക്ക് ഫുഡ് കഴിക്കണം വൈകുന്നേരമാണ്. വൈകുന്നേരം രാത്രി ഫുഡ് കഴിക്കണം പാതിരാത്രി. എനിക്ക് ദേശത്തെ വഴിയേറിയില്ല. 5 മണിയായി, 7 മണിക്ക് ഇറങ്ങണം. 5 മണിയായി, 7 മണിക്ക് ഇറങ്ങണം. ഇപ്പം ശരിക്കും 5 മണിയായിട്ടുണ്ട്. 7 മണിക്ക് റെഡി ആവണം എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഒരാളാണെങ്കിൽ ഉറക്കമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നത്, പരസ്പര ബന്ധം ഇല്ലാണ്ടൊക്കെ സംസാരിക്കും. രാവിലെ കാണാം, രാവിലെ അല്ല, ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ആ പറഞ്ഞിട്ട് പോയി ഞാൻ എഴുന്നേറ്റത് അടുത്ത ദിവസം രാവിലെയാണ്. പിന്നെ എല്ലാത്തിനെയും വലിച്ചിളക്കി ജസ്റ്റ് എല്ലാവരും ഒന്ന് റെഡിയായി. ഞങ്ങൾക്ക് കറക്റ്റ് ടൈമിന് പോകണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ ടൈമിന് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഇച്ചിരി ലേറ്റ് ആയത് കിങ്ങുമായിരുന്നു. പുള്ളിക്കാരന് അടി കൊടുത്ത് എഴുന്നേപ്പിച്ചേ. പിന്നെ കൂടുതലുള്ള എല്ലാവർക്കും മേക്കപ്പ് ഒക്കെ ഇട്ടുകൊടുത്ത്. ബ്യൂട്ടീഷ്യൻ പരിപാടി പണ്ടേ എൻ്റെ വീക്ക്നെസ് ആണല്ലോ. ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ ഒരാളെ കിട്ടിയാൽ മതി, ഞാൻ തകർക്കും. രാവിലെ മുതലേ ഞാൻ തുടങ്ങിയ പരിപാടിയാണ് ഇവിടെ നിന്ന് ഈ കറക്റ്റ് മാറ്റി പുറത്തോട്ട് വെക്കാൻ. നല്ല രസമുണ്ട്. ഞങ്ങളുടെ ബസ്സിൻ്റെ ഇങ്ങനെ കിടക്കണമെന്ന് നല്ല രസമുണ്ട്. കോടമഞ്ഞൊക്കെ ഉണ്ട്, കൂടെ നല്ല തണുപ്പ്. ഹായ്. ഞങ്ങൾ ടൈമിന് റെഡിയായി പോയി പോസ്റ്റായി നിന്നപ്പോഴാണ് മനസ്സിലായി ടീച്ചേഴ്സ് ആരും വന്നിട്ടില്ല എന്ന്. പിന്നെ തൽക്കാലം ഇവിടെ കുറച്ച് പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് നിന്നേക്കാം. ഈ വലുതാക്കി നിൽക്കുന്ന മനുഷ്യരാണ് എൻ്റെ കൂടെയുള്ള മെയിൻ ആൾക്കാർ. എക്സ്പ്രഷൻ ഇടാൻ ഇവരെ പോയിട്ടേ ഉള്ളൂ. ഇത് പിന്നെ ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ റീൽസ് പോലെ എന്താണ് ഉദ്ദേശിച്ചത്, പക്ഷേ പുള്ളിക്കാരുടെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ എനിക്ക് ചിരി. പിന്നെയും കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പക്ഷെ എന്നിട്ടുള്ള നിപ്പാണ് നിങ്ങളെ കാണുന്നത്. അങ്ങനെ പറഞ്ഞ സമയത്ത് നിന്ന് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞ ടീച്ചേഴ്സൊക്കെ വന്നു. ശരിക്കും അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര ഭംഗിയുള്ള കുറേ സീനറീസ് ഉണ്ടായിരുന്നു. മാക്സിമം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതൊക്കെ എങ്ങനെ ഞാൻ ഈ വ്ളോഗിൻ്റെ അകത്ത് കാണിക്കേണ്ടിയിരിക്കും. ഒരു 50 വീഡിയോസ് എടുത്തതിൽ ഒരു 10 മാത്രമേ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളൂ. പക്ഷേ എന്ത് പറഞ്ഞാലും ഭയങ്കര രസമാണത് കാണാനായിട്ട്. ആ കോടമഞ്ഞൊക്കെ ആയിട്ട് അയ്യോ വല്ലാത്തൊരു വൈബ. അങ്ങനെ കുറച്ച് ട്രാവലിന് ശേഷം ഞങ്ങൾ ആ ഹോട്ടലിലെത്തി. ഇന്നത്തെ രാവിലത്തെയും ഉച്ചത്തെയും വൈകിട്ടത്തെയും ഫുഡ് ഈ ഒരു മൈസൂർ ഡൈൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു കേട്ടോ. നല്ല ഫുഡും നല്ല ആംബിയൻസ് ആയിരുന്നു, പറയാണ്ടിരിക്കാൻ വയ്യ. രാവിലെയൊക്കെ ശരിക്കും വെജിറ്റേറിയൻ ടച്ചുള്ളൊരു ഫുഡാണ് കിട്ടിയത്. ഹോട്ടലിൻ്റെ ആ ഒരു പരിസരവും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ ബസ്സിൽ കയറി. രാവിലെ ഫുഡ് കഴിച്ച് എനർജി കിട്ടിയപ്പോഴത്തേനും പിള്ളേരെല്ലാം ഓണായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ ചാമുണ്ഡി ഹിൽസിലോട്ട്. അതാണ് നമ്മുടെ അടുത്ത സ്പോട്ട്. ഇതൊക്കെ വേറെ ആരോ വന്ന ബസ്സാണ്. ഇവിടെ വന്നിട്ട് എവിടെ നോക്കിയാലും കുറെ കുരങ്ങന്മാരെയും വീട്ടിൽ പോവാൻ ബാക്കി കയറി. ഈ പ്ലേസും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. 1.5 മണിക്കൂറാണ് തിരിച്ചെത്തണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വിട്ടത്. പക്ഷെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഏതാണ്ട് 2.5 മണിക്കൂർ കഴിഞ്ഞു. ഇത് അവിടുത്തെ എന്തോ ഒരു ക്ഷേത്രമാണ്, പക്ഷെ ഞങ്ങളങ്ങോട്ട് പോയില്ല. പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ അത്യാവശ്യം വിലക്കുറവുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇല്ല. കമ്മലും മാലയൊന്നും വിലക്കുറവിൽ കിട്ടില്ല. ചെരുപ്പ് അതുപോലത്തെ സാധനങ്ങളൊക്കെ അത്യാവശ്യം വിലക്കുറവിൽ കിട്ടും. ഷോപ്പിങ്ങിനെ പറ്റി എൻ്റെ അഭിപ്രായം നല്ല ഷോപ്പിംഗ്, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് സജസ്റ്റ് ചെയ്യുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഷോപ്പിംഗ്? വില കുറച്ച് സാധനങ്ങൾ കിട്ടും, ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും, ലാഭമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എവിടെ തിരിഞ്ഞാലും പശുവും കാളയും കുരങ്ങനും ഒക്കെയാണ്. ഞങ്ങൾ ഇവിടെ കുറച്ച് റിലേറ്റീവ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. കുടുംബക്കാരെ കണ്ടിട്ട് വരാൻ ഞങ്ങൾ ഈ ധൃതി പിടിച്ച് പോകുന്നത് സൂലോട്ടാണ്. പക്ഷേ എനിക്കെന്തോ അത്ര നല്ലൊരു പ്ലാനായിട്ട് തോന്നിയില്ല. കാരണം ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി ബുക്ക് ചെയ്യാൻ അവർ നോക്കിയിട്ട് നടന്നില്ല എന്ന്. അപ്പോൾ അത്രയും ദൂരം ഞങ്ങൾ ചുമ്മാ നടക്കേണ്ടി വന്നു. നടക്കണമൊക്കെ ഓക്കെയാണ്, പക്ഷേ ഞങ്ങൾ 2 ദിവസത്തെ ട്രാവലൂടെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേനും ആകെ ഇല്ലാണ്ടായി. ആസത്തിക്കുള്ള എക്സസൈസ് ആയി മൊത്തത്തിൽ. ഇങ്ങനെ 2 നില കയറി ഇറങ്ങിയപ്പോൾ തന്നെ പ്രത്യേകിച്ച് ലഗേജും കൂടെ കൊണ്ട് ഒതുങ്ങി നടക്കേ വല്ല വണ്ടി വന്നിരിച്ചോണ്ട് പോകും. തരംഗ വലിയ കൂടെ പോകണ പ്ലേസ് എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അവിടെ അങ്ങനെ
അങ്ങനെ ഫൈനലി ഞങ്ങൾ സൂവിലെത്തി. കാണുമ്പോൾ കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ട്. പിന്നെ മയിലും കിളികളും എന്തൊക്കെയോ കണ്ട് മുന്നോട്ട് ഇടണം. വെയിലില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരുപാട് കുഞ്ഞുവാവുകളെ കണ്ടു. ഞാൻ ആരും വെറുതെ വിട്ടിട്ടില്ല, എല്ലാവരെയും വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ ആറ്റിറ്റ്യൂഡ് ഇട്ട് നടന്നു പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അയ്യോ അമ്മേ എന്ന് മനസ്സിൽ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ ചുറ്റിക്കറങ്ങിയൊക്കെ നടന്നു കേട്ടോ. പാമ്പിനെയൊക്കെ കണ്ട് ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ തളർന്നപ്പോൾ അവിടെ പോയിരുന്നു. പിന്നെ ടീച്ചേഴ്സ് ഒന്ന് അടിച്ചിളക്കി കൊണ്ടുപോയി. കുറേ നേരം നടക്കാം. വെള്ളം ചോദിച്ചത് അവള് വിശക്കെന്നാ പറഞ്ഞത്. അങ്ങനെ നടന്ന് ഒരു വിധത്തിൽ വീണ്ടും ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്ക് തോന്നുന്നു ലഞ്ച് കഴിക്കാനാണ്. രാവിലെ കഴിച്ച അതേ ഹോട്ടലിലേക്ക് തന്നെ പോണേ. ലഞ്ചൊക്കെ നല്ലതായിരുന്നു, ഒന്നും പറയാനില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മൈസൂർ പാലസിലോട്ട് പോയേ. അവിടുത്തെ തിരക്ക് പിന്നെ പറയണ്ടല്ലോ. ഞങ്ങൾ വഴിതെറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൈയൊക്കെ കോർത്ത് പിടിച്ചിട്ടാണ് പോയത്. ഇതാണ് മെയിൻ എൻട്രൻസ്. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടേ കയറ്റത്തുള്ളൂ. ഞങ്ങളോട് വലിയ ബാഗൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് പോകാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആരും വലിയ ബാഗൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. പോകത്തില്ലേ? ഇതിനകത്ത് കയറിയപ്പോൾ ശരിക്കും ഒരു തമിഴ് സിനിമയ്ക്കകത്ത് കയറിയ ഫീൽ ഉണ്ടായിരുന്നു. മൊത്തത്തിലൊരു തണുപ്പൊക്കെ ഉണ്ട്. ചോദിച്ചപ്പോൾ അവർ യൂസ് ചെയ്തിരിക്കുന്ന ടൈൽസിൻ്റെ ഒക്കെയാണെന്നാണ് പറഞ്ഞത്. പിന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നും പറയാനില്ല, അടിപൊളി. ഈ വീഡിയോ കാണുന്ന പോലെയൊന്നും അല്ല, ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതൊക്കെ അതിനകത്ത് തന്നെയുള്ള പെയിൻറ്റിങ്സ് ആണ്. അന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെയാണ് പടം വരച്ചിരുന്നത്. പിന്നെ പറയണ്ടല്ലോ, ആൾക്കില്ലാടി തന്നെ. അതൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്ന് ഞങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി. അടുത്ത ദിവസം രാവിലെ റൂം വെക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധനങ്ങളെല്ലാം ഒരു വിധത്തിൽ ഒതുക്കി വെക്കണമല്ലോ. അന്നും പിന്നെ വലുതായിട്ട് ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്ന സമയം പോയത് അറിഞ്ഞത്. ഇത് ശരിക്കും മുകളിലത്തെ നിലയിൽ അന്തേവാസിയാണ്. പിന്നെ രാത്രി UNO കളിക്കണമെന്ന് പറഞ്ഞ് വന്നത്. അവർ UNO കളിച്ചോട്ടെ, ഞാനിവിടെ നിന്ന് എൻ്റെ പണി നോക്കിക്കോളാം. പണ്ട് ഉത്സവപ്പറമ്പിലൊക്കെ പോകാൻ നേരത്ത് ഈ ഒരു സാധനം മേടിച്ചു തരാൻ വേണ്ടി വീട്ടുകാരോട് ഡെയിലി അടി ഉണ്ടാക്കുമായിരുന്നു ഞാൻ. ഇപ്പോഴും സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നുമില്ല. കേട്ടില്ലേ, ഇത് തന്നെയാണ് പുള്ളിക്കാരിയുടെ മെയിൻ ഹോബി. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തീരുന്നതിന് മുന്നേ കോളിംഗ് ബെൽ അടിക്കുന്ന പോലെ തിരിച്ചു തുടങ്ങിക്കോളും. രാത്രി റൂമിൽ എന്താ എത്ര ശബ്ദം എന്നറിയാൻ അപ്പുറത്തെ റൂമിലെ പിള്ളേർ വരെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഡേ 3. ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ബാംഗ്ലൂർ വണ്ടർലയിലോട്ടാണ്. ഇന്നും കോടമഞ്ഞ് മാത്രമേ ഉള്ളൂ. സൂര്യനെ കാണാൻ കിട്ടുമെന്ന് തോന്നുന്നു. വണ്ടർല ആയതുകൊണ്ട് നൈലോൺ ഡ്രസ്സ് നിർബന്ധമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തണുപ്പൂടായപ്പോൾ ഒന്നും പറയണ്ട. വണ്ടർലയിലുള്ള ക്ലിപ്സ് ഒന്നും എനിക്ക് അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. ഒന്നേ ഞാൻ തണുത്ത് വരച്ച് അവിടെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയായിരുന്നു. രണ്ട് പിന്നെ അകത്തോട്ട് ഫോൺ കൊണ്ടുപോകുന്നത് അത്ര സേഫ് അല്ലല്ലോ. കുറച്ച് നേരം അടങ്ങിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം അവർ മെലോഡിയസ് പാട്ടൊക്കെ ഇട്ടുന്നത്. അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. പാട്ട് ഏതായാലും സ്റ്റെപ്പ് ഒന്ന് തന്നെയെന്ന് ഞങ്ങൾ. പിന്നെ അവിടുത്തെ ചെറിയ റൂൾസ് ഒക്കെ പറഞ്ഞു തന്ന് ഞങ്ങളെ റൈഡ്സിലോട്ട് കൊണ്ട്. ലാൻഡ് റൈഡ്സ് ഒക്കെ ആയിരുന്നു. പക്ഷെ അവിടുത്തെ തണുപ്പിൻ്റെ ഇടയ്ക്ക് വാട്ടർ റൈഡ്സിലൂടെ കയറി കഴിഞ്ഞപ്പോൾ ഒന്നും പറയണ്ട. തണുപ്പ് മാറാൻ വേണ്ടി 3 കോഫിയും 2 സമൂസ ഓർഡർ ചെയ്തപ്പോൾ 250 രൂപ. വണ്ടർലയിലെ ഓരോരോ ലീലാവിലാസങ്ങൾ. ഇത് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതാണ്. തിരിച്ച് പോകുന്നതിൻ്റെ വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യുക എന്നുള്ളതല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും ട്രിപ്പ് അറേഞ്ച് ചെയ്ത് ഞങ്ങളുടെ സാറിനെയും ഉത്തരവാദിത്തത്തോടെ ഞങ്ങളെ കൊണ്ടുപോയി ഏതൻസ് ഗ്രൂപ്പിനെയും ഞങ്ങളൊരിക്കലും മറക്കില്ല. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് കാണാം. അതുവരെയും ടാറ്റാ.